ഹായ് ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വന്നിട്ട് ഇത് ഒരു ഗൗണിൻ്റെ മുകളിലുള്ള ഒരു ഓവർ കോട്ടാണ്. ഇതുപോലെ ഫ്രണ്ട് ഓപ്പൺ വന്നിട്ടുള്ളത് എയർലൈൻ, ഉള്ളിൽ എയർലൈൻ ഗൗണാണ്. അത് കാണിക്കുന്നത് നമ്മൾ ഈ ഓവർ കോട്ട് മാത്രമാണ് കേട്ടോ ഇന്ന് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചൈനീസ് കോളറൊക്കെ വന്നിട്ട് എയർലൈനാണ്, എന്നിട്ട് ഇതുപോലെ ചൈനീസ് കോളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഹോള് നമ്മൾ ഉഷ ജനോമി ആ ഒരു മിഷയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചൈനീസ് കോളർ വന്നിട്ട് ഇവിടെ ഒരു വി ഷേപ്പും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെ നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഫാബ്രിക് ഇതുപോലത്തെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വർക്കുള്ളത്. അപ്പോൾ 3 മീറ്റർ ക്ലോത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് ജസ്റ്റ് നോക്കിയിട്ട് സ്ലീവിനുള്ള ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റിലേക്ക് ജോയിൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഫസ്റ്റ് സ്ലീവിനുള്ളത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഫുൾ ക്ലോത്തും എയർലൈൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലോത്ത് ഇതുപോലെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആയ കാരണം കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മുകൾ വശത്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ലൈനിങ് ഒന്നും കൊടുക്കണില്ല, കാരണം ഉള്ളിൽ ഇതിൻ്റെ ബ്ലാക്ക് എയർലൈൻ ഗൗണാണ് വരുന്നത്. അപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് ഇതൊരു ഓവർകോട്ട് പോലെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ കോളർ കൊടുക്കണ കാരണം കൊണ്ട് നമ്മളൊരു 1/2 ഇഞ്ച് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 7 ഷോൾഡർ വെച്ച് നമ്മളൊരു 8 ഇഞ്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 7.5 ഇഞ്ച് ആം ഹോൾ ആം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴേക്ക്. എന്നിട്ട് നമ്മളിതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ചെസ്റ്റ് എനിക്ക് 1 സൈഡ് വരുന്നത്, ചെസ്റ്റ് റൗണ്ട് മൊത്തമായിട്ട് വരുന്നത് 46 കേട്ടോ. അപ്പോൾ ഒരു സൈഡിലേക്ക് വരുന്നത് ലൂസ് അടക്കം 12.5 ആണ്. 2.5 കൂടെ വീണ്ടും ഒരു 1.5 കൂട്ടിയിട്ട് ഞാനൊരു 14 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 ഇഞ്ച് വേണമെന്നില്ല, ഒരു 1-1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താലും മതി കേട്ടോ. കാരണം ഇത് നല്ല ലൂസ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ രീതിക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് വരുന്നത് 11.5 ആണ് കേട്ടോ. അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 14. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ വേസ്റ്റിൻ്റെ റൗണ്ട് 11.5, അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഹിപ്പ് ലെങ്ത്ത് ഞാനിവിടെ ഒരു 20 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഹിപ്പ് റൗണ്ട് ഒരു 12.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ എക്സ്ട്രാ 1.5 ഇഞ്ച് ലൂസും കൂടിയിട്ട് ഞാനിവിടെ ഒരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ. പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടുന്ന് നമ്മൾ താഴേക്ക് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അതായത് സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരൊറ്റ ലൈൻ കൊടുക്കുക. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഷേപ്പ് ഇല്ല കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മാക്സിമം താഴേക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവിൽ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരൊറ്റ ലൈനാണ് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം താഴേക്ക് ഹിപ്പ് റൗണ്ട് വരെയാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ശേഷമുള്ളത് ഇതേപോലെ ഒരൊറ്റ ലൈനായിട്ട് വരിക. അപ്പോൾ നമുക്ക് മാക്സിമം അവിടെ നിന്ന് എത്രയാണോ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ലൈനിലേക്ക് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരൊറ്റ ലൈൻ കൊടുക്കുകയായിട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ആം റൗണ്ട് വരച്ച് കൊടുക്കുക കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഞാനിവിടെ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് നെക്കത്തെ ലെങ്ത്ത് ഞാനിവിടെ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് കൊടുക്കുന്നത് ഞാനൊരു 4.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതൊരു ബോക്സ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്കൊന്ന് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നെക്ക് മാർക്ക് ചെയ്തില്ലേ, ആ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഞാൻ താഴേക്ക് ഇതുപോലെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഒരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ. എന്നിട്ട് നമ്മളതൊരു പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെയ്യാം. ഇതുപോലെ ഞാൻ ചെറിയൊരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം കേട്ടോ കോളർ വരുന്നത്. ഇങ്ങനെ റൗണ്ടിൽ കോളർ വരും, ഇവിടെ ജസ്റ്റ് ഒരു വി ഷേപ്പ്, പിന്നെ ഫ്രണ്ട് ഓപ്പണാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റോപ്പും ഇതുപോലെ കൊടുക്കണം. അതേപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇത്രയും നമ്മൾ ഗൗണൊക്കെ അണിച്ച് നമ്മൾ ഇത്രയും ലൂസ് ഇടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഓവർ കോട്ട് നല്ല അത്യാവശ്യം നല്ല ലൂസുള്ളൊരു കോട്ടായി കാരണം കൊണ്ടാണല്ലോ കേട്ടോ നമ്മൾ ഇത്രയും ലൂസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിതിൻ്റെ ലെങ്ത്ത് കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ലെങ്ത്ത് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അത് പറഞ്ഞാൽ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ലെങ്ത്ത് വന്നിട്ട് നമുക്കിവിടെ 53 ഇഞ്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് വേണ്ടത് നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ട് 55 ഇഞ്ചായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലോത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ലെങ്ത്തിൻ്റെ ഇവിടുന്ന് താഴെ നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമുക്കിങ്ങനെ സൈഡ് വശം തൂങ്ങാതിരിക്കാൻ വേണ്ടി ആ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇവിടേക്ക് സെൻറ്റർ ഭാഗത്തേക്ക് വേണ്ട, ഇവിടുന്ന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വന്നിട്ട് സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ബാക്ക് നെക്ക് മാത്രമാണ് കേട്ടോ 1 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാണ്ട് കേട്ടോ. ഇതേപോലെ ഞാൻ ബാക്ക് പോർഷൻ മാറ്റിയതിന് ശേഷം ഫ്രണ്ട് സൈഡ് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഫസ്റ്റ് നമ്മളൊരു വി ഷേപ്പ് കട്ട് ചെയ്തില്ലേ, ആ വി ഷേപ്പ് വരച്ചല്ലോ, അതുകൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പണാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ഞാനിപ്പോൾ ചെയ്യണില്ല. അതായത് ഞാൻ ഈ ഫസ്റ്റ് ഈ വി ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തില്ലേ, ഇത് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ചെയ്തെടുക്കുന്നുള്ളൂ. അതിന് ശേഷം അത് ഈ ഒരു മെറ്റീരിയൽ ആയ കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് നമ്മൾ ആം ഹോളൊന്ന് കുഴിച്ച് വിട്ടു കേട്ടോ ഫ്രണ്ടിലത്തെ. ഇതുപോലെ നമ്മൾ ഒപ്പം വെച്ചതിന് ശേഷം ഇത് ഈ ഒരു മെറ്റീരിയൽ ആയ കാരണം കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കട്ടിങ്ങും ഒക്കെ. പിന്നെ ലൈനിങ്ങും ഇല്ല, നമുക്ക് ലൈനിങ്ങിലാണെങ്കിൽ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാക്കാം. ഇതേപോലെ നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഒന്നൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ഇപ്പോൾ ഞാൻ എന്തായാലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കോളർ വന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ബാക്ക് പോർഷനും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഞാൻ തുണി 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 18 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു മെറ്റീരിയൽ ആയ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് 1 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഞാനിവിടെ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ക്ലോത്ത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 20 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ നമ്മൾ 20 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 20 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇവിടെ വേണ്ടത് ഒരു 14 ഇഞ്ച് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും. പിന്നെ താഴത്തെ ലൂസ് 7.5 എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലൂസിൽ എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്ലീവിൻ്റെ റൗണ്ടിൻ്റെ അളവ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവ് ഒന്ന്. ശേഷം നമ്മൾ ഈ അളവും അതുപോലെ തന്നെ ഇതും തമ്മിൽ നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗം അതേപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗം തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ 2 സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നീളഞ്ഞൊരു പീസ് വേണം കേട്ടോ. അതായത് നമുക്കൊരു 2 ഇഞ്ച് വിഡ്ത്തും അതേപോലെ തന്നെ നമ്മുടെ ഗൗണിൻ്റെ അത്രയും ലെങ്ത്തുള്ള ഒരു പീസാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഒരു 3 ഇഞ്ച് വിഡ്ത്തും പിന്നെ നമ്മുടെ ഗൗണിൻ്റെ അത്രയും ലെങ്ത്തുള്ള ഒരു പീസും കൂടി വേണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 ഇഞ്ച് എവിടെയാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇത് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ 2 ഇഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ഒന്നും കൂടി വേണ്ടി ജോയിൻ ചെയ്തെടുക്കണം. കാരണം 53 ഇഞ്ച് ലെങ്ത്ത് വേണം കേട്ടോ നമുക്ക് ആ ഒരു പീസ്. അതേപോലെ തന്നെ ഒരു 3 ഇഞ്ച് വിഡ്ത്തുള്ള വേറൊരു പീസും കൂടി വേണ്ട. അങ്ങനെ 2 പീസ് നമുക്ക് ഫ്രണ്ട് പോർഷന് ഫിനിഷ് ചെയ്തെടുക്കാൻ എടുക്കണം കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ ഇതുപോലെ നെക്കിൻ്റെ ഒരു വി ഷേപ്പില്ല, അത് ഫസ്റ്റ് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല വശത്ത് നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, ഞാൻ ഈ വി ഷേപ്പ് ഒന്ന് ക്ലിയർ ചെയ്തെടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ നോർമലായിട്ട് നെക്ക് ചെയ്യില്ല, അതേപോലെ ഈ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് അടിക്കുക കേട്ടോ.
ഞാനിപ്പോൾ ഇതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ എല്ലാ ഭാഗവും ഒരേപോലെ വെക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ സെൻറ്റർ പോർഷന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടി വരെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഈ ക്ലോത്ത് നല്ല നൈസാണ്. അപ്പോൾ അത് കാരണം തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല. അപ്പോൾ ഇതുപോലെ ഇതിലത്തെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല വശത്ത് നമ്മൾ ഇതുപോലെ 2 ഇഞ്ചിൻ്റെ കട്ട് ചെയ്തില്ലേ, ആ ഒരു പീസ് നമ്മൾ നല്ല വശത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ 3 ഇഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തില്ലേ, അത് ഇതുപോലെ പൊട്ട വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരെണ്ണം നല്ല വശത്തും അതുപോലെ ഒരെണ്ണം പൊട്ട വശത്തും, അതായത് നല്ല വശത്ത് വെക്കേണ്ടത് 2 ഇഞ്ചും പൊട്ട വശത്ത് വെക്കേണ്ടത് 3 ഇഞ്ചിൻ്റെ പീസ് കിട്ടും. അത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിതുപോലെ 2 പീസും വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ 2 ഇഞ്ചിൻ്റെ പീസും അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ 3 ഇഞ്ചിൻ്റെ പീസായിട്ട് എടുത്തേക്കണം. അപ്പോൾ എനിക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് എളുപ്പം തോന്നിയിട്ടുള്ളത്, അതിനോടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ 3 ഇഞ്ച് വെച്ച പീസിനെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു 1/4 ഇഞ്ച് ആദ്യം ഫോൾഡ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത് 3 ഇഞ്ച് വെച്ച പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഓപ്പോസിറ്റ് 2 ഇഞ്ച് വെച്ചില്ല, ആ ഒരു പീസ് ഇതുപോലെ പൊട്ട വശത്തേക്ക് നമ്മളിത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യട്ടോ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം കംപ്ലീറ്റ് ഉള്ളിലേക്ക് പോണ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ഈ പട്ടതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് വരാം. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതി, അതായത് നമ്മൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് മറ്റേത് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഷോൾഡർ നമ്മൾ നോർമലായിട്ട് ജോയിൻ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലൊന്നുമില്ല, കാരണം അതിന് ലൈനിങ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ 2 സൈഡും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബോഡി പാർട്ട് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നോർമലായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കില്ലേ, അതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ എൻഡ് വശം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നോർമലായിട്ട് സൈഡ് കൂട്ടിയെടുക്കില്ലേ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് സൈഡ് കൂട്ടിയെടുക്കുക കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കോളർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളിതുപോലെ 2 സൈഡും കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഡ്രസ്സ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡ് ഭാഗം കൂട്ടിയെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡ് ഭാഗമൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് കോളർ വെക്കണം കേട്ടോ. അപ്പോൾ കോളർ വെക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒരു പേപ്പറിൽ കാണിച്ചിട്ട് നമ്മൾ ക്യാൻവാസിലാണ് കോളർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായൊരു മെത്തേഡിൽ കേട്ടോ. നമുക്ക് ചൈനീസ് കോളർ ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു സിമ്പിളായൊരു മെത്തേഡിൽ ഞാൻ ചെയ്യാറുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴി എളുപ്പം കാണിച്ചേക്കും. അത് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ നെക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ചെയ്തിട്ട് നെക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ കർവ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക, അതുപോലെ നന്നായിട്ട് സ്ട്രൈറ്റ് ആയിട്ടും വെച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ജസ്റ്റ് ഒരു കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു ആ ഒരു കർവ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം അതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. പോലെ നമ്മളൊരു ലൈൻ ഇട്ടെടുക്കുക. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. എനിക്കൊരു 1 ഇഞ്ച് 1/4 ഇഞ്ച് ഇത് ഫുള്ളായിട്ട് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനത് കറക്റ്റ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഞാൻ ആ കറക്റ്റ് ആ ഒരു അളവിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടുന്നത് ക്യാൻവാസിലാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു പേപ്പറിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ക്യാൻവാസിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാവുക കേട്ടോ. കണ്ടില്ലേ, ചെറിയൊരു കർവ് ഷേപ്പിലുണ്ടാവുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എൻഡ് ഭാഗം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അതിന് ശേഷം നമുക്കിതിന് ക്യാൻവാസ് അതേപോലെ നമ്മൾ ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്.
ഞാനിപ്പോൾ ക്യാൻവാസ് ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്തിൽ ഇതുപോലെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഇതിപ്പോൾ 2 പീസ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ലൈനിങ് ക്ലോത്തും അതുപോലെ ഈ ക്ലോത്ത് നിഴലടിക്കണ കാരണം കൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒറ്റ പീസ് തന്നെ ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം മുകളിൽ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. ഇതേപോലെ 2 പീസും കൂടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കട്ടെ. ഇതേപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇതുവരെ സ്റ്റിച്ച് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് വേണ്ട, ഇതുവരെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ എൻ്റെ വശം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ കോട്ടൺ ലൈനിങ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെ നന്നായി നിഴലടിക്കുന്ന ഒരു ക്ലോത്തായ കാരണം കൊണ്ട് ഞാൻ കോട്ടൺ ലൈനിങ് എടുക്കണമെങ്കിൽ ആ സെയിം ക്ലോത്ത് തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ റൗണ്ടിൽ കൂടെ വന്നിട്ട് ഇതിലേ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അറ്റം വരെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ റൗണ്ടായിട്ടുള്ള ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ എക്സ്ട്രാ പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഒരു 4 ഇഞ്ച് മാത്രം ഗ്യാപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഫുള്ളായിട്ട് ഓരോ കുഞ്ഞു കട്ടുകളിട്ട് കൊടുക്കാം. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നിഴലടിക്കുന്ന ക്ലോത്തായ കാരണം കേട്ടോ നമ്മൾ ഈ എക്സ്ട്രാ പീസ് ലൈനിങ് അതിന് ശേഷം ഒരു 4 ഇഞ്ച് മാത്രം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ഈ 4 ഇഞ്ച് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ബോഡി പാർട്ടിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം നമ്മുടെ കോളറിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നെക്കും ഇതുപോലെ പിടിച്ചിട്ട് ബാക്ക് സൈഡിൽ നെക്ക് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അത് നമ്മൾ ബാക്ക് സൈഡത്തെ ആ ഒരു പോർഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചിട്ട് വരേണ്ടത് ഇതേപോലെ വെച്ചിട്ട് ബാക്ക് സൈഡും ഒരു നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ കോളറിൻ്റെ അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ പൊട്ടവശത്താണ് കേട്ടോ നമ്മൾ കോളർ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ച് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ചെയ്യുക കണ്ടില്ല നല്ല വശത്തേക്ക്. അപ്പോൾ നമുക്ക് ഈ വർക്കുള്ള പീസും കിട്ടും, ഉള്ളിലേക്ക് ഈ കോട്ടൺ ലൈനിങ്ങും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലോത്തിൻ്റെ പൊട്ടവശത്ത് ബാക്ക് സൈഡിലെ നെക്കിൽ നമ്മൾ ഈ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തില്ല, അത് ഈ നോച്ചിട്ട് ഇതേപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ ഇപ്പോൾ ഇവിടെ നെക്കിൻ്റെ അവിടെ കോളർ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഇതേപോലെ നമ്മൾ പൊട്ടവശത്ത് കൂടെ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഈ തയ്യൽ തുമ്പിന് ഉള്ളിലേക്ക് ആക്കിയിട്ട് നല്ല വശത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഫുള്ള് തയ്യൽ തുമ്പിന് നമ്മൾ ഉള്ളിലേക്കാക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ല വശത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോളറിൻ്റെ കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെല്ലെ നമ്മൾ പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഫോൾഡ് ചെയ്യുക, അതിന് ശേഷം ഒരു ഫോൾഡ് കൂടി ചെയ്തിട്ട് നമ്മളൊന്ന് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ ഒരു ബട്ടണും അതുപോലെ ഒരു ബട്ടൺ ഹോൾ, ഈ ബട്ടൺ ഹോൾ നമ്മൾ ഉഷ ജനോമി ആ ഒരു മെഷീനിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം കോളർ വന്നിട്ട് ഒരു വി ഷേപ്പും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ റോൾ ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാത്ത അപ്പോഴേക്കും കറണ്ട് പോയിട്ട് അപ്പോൾ